നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് മഹാനവമിയാണ്. വിവിധ ക്ഷേത്രങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ വലിയ തിരക്കാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പൂജകളും ഒക്കെ നടക്കുകയാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ഇന്ന് മഹാനവമി. ക്ഷേത്രങ്ങളിലേക്ക് ഭക്തജനപ്രവാഹം. കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ പുഷ്പരഥോത്സവം ഉച്ചയ്ക്ക്. ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് തമിഴ്നാട് സ്വദേശികൾ. കളക്ടറോട് റിപ്പോർട്ട് തേടി മന്ത്രി റോഷി അഗസ്റ്റിൻ. അമേരിക്കയിൽ സർക്കാർ ചെലവിനുള്ള ധനകാര്യ ബിൽ പാസാക്കിയില്ല. സർക്കാർ വകുപ്പുകൾ സ്തംഭിക്കും. പ്രവർത്തിക്കുക അവശ്യ സർവീസുകൾ മാത്രം. 5 ലക്ഷത്തോളം ആളുകൾ ശമ്പളമില്ലാത്ത അവധിയിലേക്ക്. ഇവരെ പിരിച്ചുവിടുമെന്ന് ട്രംപിന്റെ ഭീഷണി. RSSന് നാളെ 100 വയസ്സ്. ഡൽഹിയിലെ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നിന്ന് നടക്കുന്ന ശതാബ്ദി ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥി. പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കും. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ശ്രീലങ്കയെ 59 റൺസിന് തോൽപ്പിച്ചു. മഹാനവമി വിശേഷങ്ങളിലേക്ക് കിടക്കാം. കൊല്ലൂരിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധിയുടെ റിപ്പോർട്ടിലേക്ക് ആദ്യം പോവാം. കൊല്ലൂർ മൂകാംബിക സന്നിധി മഹാനവമി നാളിലെ പുഷ്പരഥോത്സവത്തിനുള്ള ഒരുക്കത്തിലാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ധനുർ ലഗ്നത്തിലാണ് ഇത്തവണ ദേവിയുടെ പുഷ്പരഥോത്സവം നടക്കുന്നത്. അമ്മയുടെ ദർശനം ഏറ്റുവാങ്ങാനായി കേരളത്തിൽ നിന്നടക്കം 10,000ങ്ങളാണ് കൊല്ലൂരിലെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകനായ ശ്രീ സുബ്രഹ്മണ്യ അടികെ ചേരുന്നു. അദ്ദേഹം നമ്മോട് രഥോത്സവവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കും. എപ്പോഴാണ് ഈ ഭക്തലക്ഷങ്ങൾ സംബന്ധിക്കുന്ന ഈ ഒരു പുഷ്പരഥോത്സവം ഈ കൊല്ലൂരിലെ അതിന്റെ ഒരു ആരംഭം, ഐതിഹ്യം, ഉത്ഭവം എങ്ങനെയാണ്? ഇത് ഒരു മഹാക്ഷേത്രത്തിൽ നിത്യോത്സവ, വാരോത്സവ, പക്ഷോത്സവ, മാസോത്സവ, ഷാൺമാസോത്സവ, സാംവത്സരികോത്സവ എന്നിട്ട് ഉത്സവങ്ങൾ ഉണ്ടാവും. ആ മഹാക്ഷേത്രത്തിന്റെ തുടക്കം മുതൽ ഈ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പാണ് അത് മഹാക്ഷേത്രമാവുന്നത്. ഈ നവരാത്രി മഹോത്സവം എന്ന് പറയുന്നത് ഷാൺമാസികോത്സവമാണ്. 6 മാസത്തിൽ നടക്കുന്ന ഉത്സവമാണ്. അതിൽ 1 മണിക്ക് ദേവി രഥത്തിൽ എഴുന്നേൽപ്പ് നടക്കാണ്. പിന്നെ ദേവിക്ക് വിശേഷമായിട്ട് ശതരുദ്രം കൊണ്ട് അഭിഷേകം, രുദ്രം 100 പ്രാവശ്യം പറഞ്ഞിട്ട് അഭിഷേകം. ആ അഭിഷേകം കഴിഞ്ഞിട്ട് പിന്നെ ആ ഉച്ചപൂജ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് രഥോത്സവത്തിന്റെ ചടങ്ങുകൾ. പിന്നെ നിശീത എന്നാൽ സായം ഉള്ള പൂജകളെല്ലാം കഴിഞ്ഞിട്ട് അത് ഉച്ചയ്ക്ക് തന്നെ കഴിയും. ഈ 1 മണിയുടെ ഉള്ളിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ദേവിക്ക് ക്ഷിപ്രബലി നടത്തിയിട്ട് രഥാരോഹണമാണ് നടക്കുന്ന മുഖ്യമായിട്ടുള്ള ചടങ്ങ്. ഈ ശതരുദ്രാഭിഷേകം നടത്തുന്നതിന്റെ അതിന്റെ ഒരു പുണ്യത്തെ കുറിച്ച് പറയാമോ? ഈ രുദ്രജപം മനുഷ്യന്റെ എല്ലാ പാപങ്ങളും ദൂരാക്കുന്ന ഒരു ശക്തി ഈ രുദ്രജപത്തിനുണ്ട്. അത് ഈ വിശേഷമായിട്ടുള്ള ദിവസത്തിൽ ഇവിടെ ശ്രീരുദ്രം കൊണ്ട് എന്നാൽ ഏകാദശ എന്നാൽ 11 പ്രാവശ്യം രുദ്ര പറഞ്ഞിട്ട്
ധാരയായിട്ട് അഭിഷേകം, അത് കാണാൻ പറ്റില്ല, നട അടച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ വിശേഷമായ ദിവസങ്ങളിൽ ശതരുദ്രം കൊണ്ട് അഭിഷേകം, എന്നാൽ ശ്രീരുദ്രം 100 പ്രാവശ്യം പറയും. 11 ആള് 11 പ്രാവശ്യം പറയും. അപ്പോൾ 100 ആ രുദ്രം കൊണ്ട് ദേവിക്ക് ധാരയായിട്ട് ചെയ്തിട്ട് അത് ഉച്ചപൂജയ്ക്ക് ഈ സാധാരണ രുദ്രാഭിഷേകം നടത്തുന്നത്. ശങ്കരാചാര്യരും അമ്മയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണ് ഉള്ളത്. താങ്കൾ എങ്ങനെ അതിനെക്കുറിച്ച് ഈ ഒരു മംഗളവേളയിൽ ഓർക്കുന്നു? ആദിശങ്കര ഭഗവത്പാദാചാര്യരാണ് ഈ മൂകാംബി ക്ഷേത്രത്തിൽ ഇപ്പൊ കാണുന്ന വിഗ്രഹം പ്രതിഷ്ഠാപിച്ചത്. അവർ വരുന്ന മുമ്പേ ഇവിടെ സ്വയംഭൂ ആയിരുന്നു. ആ ഉദ്ഭവിച്ച ശ്രീചക്ര ബിന്ദു സ്വരൂപത്തിലുള്ള മിഥുന ജ്യോതിർമയ ലിംഗമായിരുന്നു. ആ ലിംഗത്തിന്റെ ദർശനാർത്ഥിയായിട്ട് വന്നിട്ട് ലിംഗത്തിലുള്ള ശക്തിയെ തപസ് ചെയ്തിട്ട് ആ ലിംഗത്തിലിരിക്കുന്ന ശക്തിയെ ശ്രീചക്ര യന്ത്ര എഴുതിയിട്ട് പ്രതിഷ്ഠാപിച്ചതാണ്. അത് ഗുപ്തമായിട്ടുള്ള ഈ ലിംഗം അഥവാ ഗുപ്തമായിട്ടുള്ള ശക്തി പ്രപഞ്ചത്തേക്ക് അറിയിച്ചത് ആദിശങ്കര ഭഗവത്പാദരാണ്. എന്തായാലും വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് കൊല്ലൂരിലെ മഹാസന്നദ്ധി. മറ്റെവിടെയും ഇല്ലാത്ത തരത്തിൽ ഇവിടെ സരസ്വതി പൂജയ്ക്ക് ഈ നവരാത്രി ആഘോഷത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അമ്മയുടെ കൊല്ലൂർ മൂകാംബിക അമ്മയുടെ സന്നിധിയിലേക്ക് ഭക്തലക്ഷങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പുഷ്പരഥോത്സവം മഹാനവമി നാളായ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇവിടെ നടക്കുക. കൊല്ലൂരിൽ നിന്നും അമൃത വാർത്തകൾക്ക് വേണ്ടി അനൂപ് നീലേശ്വരം. മഹാനവമി നിറവിലാണ് രാജ്യം. നവരാത്രി ആഘോഷങ്ങളിലെ 9ാമത്തെ ദിനം. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തെ അനുസ്മരിക്കുന്ന ദിനം. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ കഥയാണ് മഹാനവമി ആഘോഷത്തിന് പിന്നിലുള്ളത്. ക്ഷേത്രങ്ങളിലും വീടുകളിലും പ്രത്യേക പൂജകൾ നടക്കുകയാണ്. നാളെ പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും. അതിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. നവരാത്രി നിറവിലാണ് നാട്. ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാരംഭത്തിന് ഒരുങ്ങി തിരുവനന്തപുരം വെങ്ങാനൂരിലെ പൗർണമിക്കാവ്. ISRO മുൻ മേധാവിമാരായ മാധവൻ നായർ, സോംനാഥ്, ജില്ലാ കളക്ടർ അനുകുമാരി തുടങ്ങിയവർ വിദ്യാരംഭത്തിന് അതിഥികളായി ക്ഷേത്രത്തിലെത്തും. 51 അക്ഷരദേവതാ ക്ഷേത്രമായ പൗർണമിക്കാവിൽ സെപ്റ്റംബർ 28 മുതൽ ആരംഭിച്ച പൗർണമി മഹോത്സവം ഒക്ടോബർ 7 വരെയാണ് ആഘോഷിക്കുന്നത്. ഒക്ടോബർ 2-ന് ക്ഷേത്രത്തിൽ വിദ്യാരംഭത്തിന് ഒട്ടേറെ കുരുന്നുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. 51 അക്ഷരദേവതാ ക്ഷേത്രമായ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നത് ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. വിദ്യാരംഭത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി വെൺപകൽ രാമചന്ദ്രൻ അറിയിച്ചു. വിദ്യാരംഭം കുറിക്കാനായിട്ട് ഇപ്പം തന്നെ 250 പരം കുട്ടികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ധാരാളം കുട്ടികൾ നമ്മുടെ ഇവിടെ ഒരുക്കിയിട്ടുള്ള സരസ്വതി മണ്ഡപത്തിൽ ബുക്കുകൾ അവർ സമർപ്പിച്ചിട്ടുണ്ട്. സരസ്വതി മണ്ഡപത്തിൽ ISRO മുൻ ചെയർമാൻമാരായ G. മാധവൻ നായർ, S. സോമനാഥ്, കേരള ഹൈക്കോടതി ജഡ്ജി G. പ്രദീപ് കുമാർ, തിരുവനന്തപുരം ജില്ലാ കലക്ടർ അനുകുമാരി, കേരള സർവകലാശാല VC മോഹനൻ കുന്നുമൽ, ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ പൗർണമിക്കാവിലെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് എത്തിച്ചേരും. പൗർണമി മഹോത്സവത്തിന്റെ 10ാം ദിനമായ ഒക്ടോബർ 7-ന് ആഘോഷങ്ങൾക്ക് സമാപനമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം ബാലരാമപുരത്തെ മഹാകാളികാദേവി ക്ഷേത്രം വിജയദശമി മഹോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വർഷത്തെ വിജയദശമി മഹോത്സവ ആഘോഷത്തിലെ 5 ദിവസവും ബംഗ്ലാമുഖി മഹായാഗമാണ് നടക്കുന്നത്. സന്തതി രക്ഷയ്ക്കായി നീലാംബരി യക്ഷിയമ്മയ്ക്ക് പൂജകൾ നടത്തുന്ന ക്ഷേത്രമാണ് മഹാകാളിക ധർമ്മസ്ഥലം. ഇരുത്താവൂർ ധർമ്മസ്ഥലയിലെ മാതൃദേവതാ സങ്കല്പമായ മഹാകാളികാദേവി ക്ഷേത്രത്തിൽ ഒക്ടോബർ 2 നവരാത്രി ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടക്കും. സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 2 വരെയാണ് നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 5 ദിവസവും ബഗളാമുഖി മഹായാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. കാളികാദേവിക്ക് അഗ്നി സമർപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന്. അഗ്നി സമർപ്പിക്കുന്നതിലൂടെ ഭക്തജനങ്ങൾ ജീവിതത്തിലെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നതാണ് സങ്കല്പം. താഴിട്ടുപൂട്ടാത്ത ക്ഷേത്രം കൂടിയാണ് ഇവിടമെന്ന് മുഖ്യ ആചാര്യ ട്രസ്റ്റി ആനന്ദ് നായർ പറഞ്ഞു. മഹാദേവിയുടെ ശക്തിപീഠങ്ങളിലെ ആചാര്യന്മാരുടെ കാർമ്മികത്വത്തിലാണ് ഇവിടെ ബഗളാമുഖി യാഗം നടക്കുന്നത്. ഈ മഹായാഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സർവ്വ ലോകത്തിനും ശാന്തിയും സമാധാനവും
എല്ലാ മനുഷ്യരിലുമുള്ള ശത്രുതാ മനോഭാവം മാറി അവർ മിത്രങ്ങളിലേക്ക് മാറുവാനുമാണ് ഈ മഹായാഗം നടത്തുന്നത്. അമാവാസി നാളിൽ ദൂരദേശങ്ങളിൽ നിന്നും ഒട്ടേറെ ഭക്തർ മഹാകാളിക ധർമ്മസ്ഥലയിൽ എത്താറുണ്ട്. ധർമ്മസ്ഥലയിൽ ഭക്തർ ഇടുന്ന പൊങ്കാല മഹാകാളികയ്ക്ക് നേരിട്ട് നിവേദിക്കാനും സാധിക്കും. ഒക്ടോബർ 2 വിജയദശമി ദിനത്തിൽ രാത്രി 8 മണിക്ക് നിവേദ്യ പൂജയോടെ മഹാകാളിക ക്ഷേത്രത്തിലെ വിജയദശമി മഹോത്സവ ആഘോഷങ്ങൾക്ക് സമാപനമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ഇടുക്കി കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയ 3 തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. തമിഴ്നാട് സ്വദേശികളാണ് മരിച്ചത്. മാലിന്യക്കുഴിയിലേക്ക് ഇറങ്ങിയ ഒരാളെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റു 2 പേരും അപകടത്തിൽപ്പെട്ടത്. തമിഴ്നാട് കമ്പം സ്വദേശി ജയരാമൻ, ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ, മൈക്കിൾ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. കട്ടപ്പന പാറക്കടവിലെ ഓറഞ്ച് എന്ന ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാൻ ഇറങ്ങിയതായിരുന്നു ഇവർ. ഓടയോട് ചേർന്ന മാലിന്യക്കുഴിയിലെ മാൻഹോളിലേക്ക് ആദ്യം ഇറങ്ങിയ ഒരാൾ കുടുങ്ങി. ഇയാളെ രക്ഷിക്കാൻ പിന്നാലെ ഇറങ്ങിയ 2 പേരും ടാങ്കിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു. ടാങ്കിൽ ഓക്സിജന്റെ അഭാവമാണ് അപകടത്തിന് ഇടയാക്കിയത്. സ്ഥിരമായി കട്ടപ്പന വന്ന് ഈ ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ 3 പേരാണ്. പുറമേ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അടുത്തയാൾ ഇറങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഉണ്ടായ ഇതാണ്. സ്ലാബിൻ്റെ വ്യാസമില്ലാഴിക കാരണം മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടന്നില്ല. അതിനുശേഷം JCB വിളിച്ചു വരുത്തി ആ JCB മുഖാന്തരം സ്ലാബ് പൊളിച്ചു മാറ്റിയിട്ടാണ് അവരെ പുറത്തിറക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ളത്. വലിയ ദുർഗന്ധമുള്ള മലിനജലമാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ആ ഒരു സ്മെല്ലായിരിക്കും അവരുടെ അപകടത്തിലേക്ക് ബോധം ഇല്ലാതിരിക്കാൻ നയിച്ചിരിക്കുന്നതാണ് തോന്നുന്നത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കട്ടപ്പന അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ഏറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ 3 പേരെയും പുറത്തെടുത്തു. എന്നാൽ ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. അമൃത ന്യൂസ്, ഇടുക്കി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി MC ബോബൻ ചേരുകയാണ്. ബോബൻ, ദാരുണാന്ത്യമാണ് സംഭവിച്ചത്. കളക്ടറോട് മന്ത്രി റോഷി അഗസ്റ്റിൻ റിപ്പോർട്ട് തേടിയിരിക്കുകയല്ലേ? ശ്രീജ, കട്ടപ്പനയിൽ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്ന് അല്പസമയത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇന്നലെ രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. അതിനുശേഷം ഏറെ നീണ്ട ശ്രമത്തിനൊടുവിലാണ് 3 പേരെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് 3 തമിഴ്നാട് സ്വദേശികളായ 3 പേർ ഈ മാലിന്യ ടാങ്കിന് ഉള്ളിലേക്ക് ഇറങ്ങിയത്. ഇവർ 3 പേരും കട്ടപ്പനയിൽ ഏറെക്കാലമായി ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്തു വരുന്നവരാണ്. തമിഴ്നാട് കമ്പം സ്വദേശിയായ മൈക്കിളാണ് ആദ്യം ഈ മാലിന്യ ടാങ്കിനുള്ളിലേക്ക് ഇറങ്ങിയത്. മൈക്കിളിന് തിരിച്ചു കയറാൻ കഴിയാതെ വന്നതോടെയാണ് സുന്ദരപാണ്ഡ്യൻ ഇദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ടാങ്കിനുള്ളിലേക്ക് ഇറങ്ങിയത്. ഇവർ 2 പേരും ടാങ്കിൽ പെടുകയായിരുന്നു. ഇതറിഞ്ഞ ഉടൻ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ജയരാമനും ടാങ്കിലേക്ക് ഇറങ്ങി. എന്നാൽ ജയരാമനും ഈ അപകടത്തിൽപ്പെട്ടു. അങ്ങനെ 3 പേരും മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാലിന്യ ടാങ്കിനുള്ളിൽ ഓക്സിജന്റെ അളവ് തീരെ കുറഞ്ഞു പോയതാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം. എന്തായാലും 3 പേരും മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2 മണിക്കൂറിലധികം നീണ്ട ഫയർഫോഴ്സിന്റെ ശ്രമങ്ങൾക്കൊടുവിലാണ് മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. മാലിന്യ ടാങ്കിന് ചുറ്റുമുള്ള പ്രദേശം മുഴുവൻ കല്ലും മറ്റും മാറ്റിയ ശേഷമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. 2 മണിക്കൂറോളം ഇവർ ഇതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. മാൻഹോളിലേക്ക് ഇറങ്ങുന്നതിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുമെന്നും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തെക്കുറിച്ചുള്ള അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോട് മന്ത്രി റോഷി അഗസ്റ്റിനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 മാസമായി അടഞ്ഞു കിടക്കുന്ന ഹോട്ടലാണ് കട്ടപ്പനയിലെ ഓറഞ്ച് എന്ന പേരിലുള്ള ഹോട്ടല്. ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. നവീകരണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇതിന്റെ ഭാഗമായാണ് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഹോട്ടൽ അധികൃതർ തീരുമാനിക്കുകയും ഈ 3 പേരെയും വിളിച്ചു വരുത്തുകയും ചെയ്തത്. ഏറെ വർഷങ്ങളായി കട്ടപ്പനയിൽ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നവരാണ് ഇവർ 3 പേരും. തമിഴ്നാട്ടിലെ കമ്പം ഗൂഡല്ലൂർ സ്വദേശികളാണ്. കട്ടപ്പനയിൽ ഏറെക്കാലമായി പരിചയമുള്ള ആളുകളാണ് 3 പേരും. അതുകൊണ്ട് തന്നെ ഏറെ ഞെട്ടലോടെയാണ് നാട്ടുകാരും ഈ വിവരം അറിഞ്ഞത്. രാത്രിയാസമയമായിട്ട് പോലും നിരവധി ആളുകൾ ഉടൻ തന്നെ തടിച്ചുകൂടുകയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സാന്നിധ്യത്തിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ നഗരസഭാ അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഇവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ നൽകാൻ അധികൃതർ, പ്രത്യേകിച്ച് ഹോട്ടൽ അധികൃതർ തയ്യാറായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുക. അതോടൊപ്പം മറ്റ് വിവരങ്ങളും ഹോട്ടൽ ഉടമകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ആളുകളിൽ നിന്നും സമീപവാസികളിൽ നിന്നും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തേടുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശ്രീജ, ബോബൻ, അടഞ്ഞു കിടന്നിരുന്ന ഒരു ഹോട്ടലാണ്. അതാണ് ഇപ്പോൾ അവിടെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നത്. അത് തുറന്നു പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ടാങ്ക് വൃത്തിയാക്കാനൊക്കെ ആളുകളെ ഏർപ്പെടുത്തുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതുണ്ട്.
അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഹോട്ടൽ അധികൃതർ പറയുന്നത്? ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമകളിൽ നിന്ന് വിവരങ്ങൾ നഗരസഭ അധികൃതർ തേടുന്നത്. എന്തായാലും ഇവിടെ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന 1-2 ദിവസത്തിൽ കൂടുമ്പോൾ ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്ന നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നതെന്നാണ് സമീപവാസികളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹോട്ടലിലെ മലിനജലം ഈ ടാങ്കിനുള്ളിലേക്ക് വീഴുകയും ഇത് 1 അല്ലെങ്കിൽ 2 ദിവസം അതിൽ കൂടുതൽ സ്റ്റോർ ചെയ്യാതെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്ന സംവിധാനമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഏതാണ്ട് 1 മാസക്കാലമായി അടഞ്ഞു കിടക്കുന്നതിനാൽ സമീപ നാളിൽ ഈ മാലിന്യ ടാങ്ക് വൃത്തിയാക്കിയിരുന്നില്ല. ഏതാണ്ട് 1 മാസത്തോളമായി മലിനജലം ഇവിടെ കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഹോട്ടൽ തുറക്കുന്നതിന് മുന്നോടിയായാണ് ഇപ്പോൾ അടിയന്തരമായി ഇവർ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്ന നടപടികളുമായി മുമ്പോട്ട് പോയത്. ഇതാണ് ഇപ്പോൾ ഇത്ര വലിയ ഒരു അപകടത്തിൽ കലാശിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, MC ബോബനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. RSSന് നാളെ 100 വയസ്സ് തികയുകയാണ്. ഡൽഹിയിലെ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ ഇന്ന് നടക്കുന്ന ശതാബ്ദി ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും ചടങ്ങിൽ പുറത്തിറക്കും. RSS സർക്കാരി വാക് ദത്താത്രേയ ഹോസബിളെ സന്നിഹിതനാവും. 1925 സെപ്റ്റംബർ 27 വിജയദശമി ദിനത്തിലാണ് RSS നിലവിൽ വന്നത്. നാളെ മുതൽ അടുത്ത വർഷം വിജയദശമി വരെയാണ് 100ാം വാർഷിക ആഘോഷ പരിപാടികൾ. നാളെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സംഘടനയുടെ ആസ്ഥാനമായ നാഗ്പൂരിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിപുലമായ പരിപാടികളാണ് നടക്കുക. നാളെ സ്വയം സേവകരുടെ പഥസഞ്ചലനം അടക്കം നടക്കും. മഹാനവമി ദിനത്തിൽ ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മഹാദേവി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലെ വിവരങ്ങൾ എങ്ങനെയാണ്? വലിയ തിരക്കല്ലേ അവിടെ? മായ, ഈ പൂജപ്പുര സരസ്വതി മഹാദേവി ക്ഷേത്രത്തിൽ ഇന്ന് മഹാനവമി ദിവസം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സെപ്റ്റംബർ 22 മുതൽ തന്നെ മഹാനവമിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾക്ക് ഇവിടെ തുടക്കമായി. നാളെയാണ് ഈ ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. വിദ്യാരംഭം കുറിക്കാനായി 1000-ൽ കൂടുതൽ കുരുന്നുകളാണ് ഇവിടെ ഈ വിദ്യാരംഭം കുറിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. നാളത്തെ വിദ്യാരംഭ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏത് ഘട്ടത്തിലായി എന്ന് നമുക്ക് അവരോട് ചോദിക്കാം. നാളത്തെ വിദ്യാരംഭം കുറിക്കുന്നുള്ള ചടങ്ങുകളുടെ ഒരുക്കങ്ങളൊക്കെ സരസ്വതി നാളത്തെ വിദ്യാരംഭത്തിൻ്റെ ബാക്കി കാര്യങ്ങൾക്കെല്ലാം 100% ജനകീയ സമിതിയും ഇവിടുത്തെ പൊതുപ്രവർത്തന സന്നദ്ധ സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് നല്ല രീതിയിൽ 100% പെർഫെക്റ്റ് ആയിട്ടുണ്ട്. വിദ്യാരംഭത്തിന് 1000-ന് മുകളിലായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കാവടിയും 1000-ന് മുകളിലായിട്ടുണ്ട്. അതിനുള്ള സന്നദ്ധ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് മറ്റേ എഴുത്തിരുന്ന ആചാര്യന്മാരെ സ്വീകരിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും നടന്നിട്ടുണ്ട്. രാവിലെ 8 മണിക്ക് കരവനയിൽ നിന്നും ഇവിടെ ജനകീയ സമിതി അംഗങ്ങളും ഇവിടുത്തെ പൊതുപ്രവർത്തകർ എല്ലാവരും കൂടി പോയി 8 മണിക്ക് സ്വീകരിച്ച് 9 മണിക്ക് സ്വാമി ഇവിടെ എത്തിക്കുന്നത് വരെയുള്ള ചടങ്ങുകളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. എല്ലാ അംഗങ്ങളും വളരെ സജീവമായിട്ട് നഗരസഭ ജീവനക്കാർ ഉൾപ്പെടെ എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെയാണ് ആ നിലവിലുള്ളത്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ ഇതുവരെയുള്ള തീരുമാനം അനുസരിച്ച്. നാളെ വലിയൊരു ഭക്തജന തിരക്കാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ സജീവമായ ഈ 10 ദിവസങ്ങളും പോലീസും വാളണ്ടിയേഴ്സിന്റെ ഒക്കെ സജീവമായി ഒരു ഇഷ്യൂസും ഉണ്ടാവാത്ത രീതിയിൽ ഇതുവരെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. നാളെ അതിനേക്കാൾ കൂടുതൽ പോലീസുകാരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ചെങ്കോളൂർ ക്ഷേത്രം മുതൽ ഇവിടെ വരെ ഇങ്ങറ്റം വരെ പോലീസിൻ്റെ അകത്തോടുകൂടിയും പോലീസിൻ്റെയും ഇവിടുത്തെ പൊതുപ്രവർത്തകരും വാളണ്ടിയേഴ്സിൻ്റെയും കാർമ്മികത്വത്തിൽ അവരുടെ നിയന്ത്രണത്തിൽ വളരെ ഭംഗിയായി തന്നെ ഇവിടെ കാവടി എത്തിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം നിലവിൽ ചെയ്തിട്ടുണ്ട്. KSRTC വണ്ടികൾ കൂടുതൽ KSRTCക്ക് സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് കാട്ടാക്കട, നെയ്യാറ്റിൻകര എന്നീ പേരൂർക്കട എന്നീ ഡിപ്പോകളിൽ നിന്ന് അഡീഷണൽ സർവീസ് വിട്ടിട്ടുണ്ട്. അതെല്ലാ ദിവസവും ഇവിടെ അന്നേ ദിവസം രാവിലെ ഇവിടെ വന്ന് കംപ്ലീറ്റ് ഭക്തജനങ്ങളെയും ഇവിടെ ഇറക്കിയിട്ട് അതുപോലെ തിരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനവും KSRTC ചെയ്തിട്ടുണ്ട്. അതിന് ഗണേഷ് കുമാറിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അതിനിവിടെ വേണ്ടി നമ്മളെ പൂജപ്പുര രാധാകൃഷ്ണൻ സാറാണ് അതിനുവേണ്ടി വർക്ക് ചെയ്തത്. സാർ ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫാണ്. സാറാണ് അതിനു വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു തന്നത്. അതിന് നന്ദി പ്രത്യേകിച്ച് ഗണേഷ് കുമാർ സാറിനോട് നന്ദി പറയുന്നു. മായ, അതാണ് ഈ മഹാനവമിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിദ്യാരംഭത്തെ ചടങ്ങുകൾക്കുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായതായാണ് ഈ ഭാരവാഹികൾ അറിയിക്കുന്നത്. ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ സഹകരണങ്ങളും ഈ മഹാനവമി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 22 മുതൽ ആരംഭിച്ച വിവിധ കലാപരിപാടികളോടുകൂടിയും അതുപോലെ തന്നെ പൂജകളും ചടങ്ങുകളോടുകൂടിയും പ്രത്യേകം പൂജകളോടുകൂടിയുള്ള
പരിപാടികളൊക്കെ തന്നെ ഇവിടെ 22-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്ക് നേരത്തെ മുതൽ തന്നെ ഇവിടെ അനുഭവപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും നാളെ 1200-ലധികം കുട്ടികളാണ് ആദ്യാക്ഷരം കുറിക്കാൻ ഈ സരസ്വതി ദേവിയുടെ ഈ സന്നിധിയിലേക്ക് എത്തുക. ഇപ്പോഴും നിരവധി ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ഭക്തജന തിരക്ക് കൂടുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഒരു വൈകുന്നേരത്തോടു കൂടിയും വീണ്ടും വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം ഈ തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തും. ഏതായാലും നിലവിലെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ആതിര, തിരുവനന്തപുരത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു ക്ഷേത്രമാണ് പൂജപ്പുരയിലെ സരസ്വതി മഹാദേവി ക്ഷേത്രം. അവിടെയാണ് ഒട്ടേറെ ആളുകൾ വരുന്നത്, വിദ്യാരംഭം കുറിക്കുന്നതും ഒക്കെ അവിടെയാണ്. അതോടൊപ്പം തന്നെ വലിയ തിരക്കും അനുഭവപ്പെടും. ഒപ്പം ഗതാഗത സംവിധാനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സമയമാണ്. അത്തരത്തിലുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ? മായ, ഈ നാളെ ഈ വിദ്യാരംഭം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കുരുന്നുകൾ ഇവിടെയാണ് ഈ വിദ്യാരംഭം കുറിക്കുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ഭക്തജന തിരക്കാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നിരവധി പോലീസുകാരെ ഇവിടെ നാളെ വിന്യസിക്കുന്നുണ്ട്. ഈ 22-ാം തീയതി മുതൽ തന്നെ വലിയ രീതിയിലുള്ളൊരു പോലീസ് സന്നാഹമാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ ഒരു പ്രത്യേക ഒരു നിയന്ത്രണം ഈ ഭാഗത്തൊക്കെ തന്നെയുണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്താറ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ ഇവിടെ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്നുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ ഇവിടെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. അത് മാത്രമല്ല, ഭക്തജനങ്ങൾക്ക് സുഗമമായി വരുന്നതിന് KSRTC അധിക സർവീസുകൾ ഈ പൂജപ്പുര ഭാഗത്തേക്ക് അനുവദിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ ഗതാഗത മാർഗം ഈ KSRTC വഴി ഇവിടെ ഭക്തജനങ്ങൾക്ക് എത്തുന്നതിനും അതുപോലെ തന്നെ തിരിച്ചു പോകുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. നാളെ ഈ വിദ്യാരംഭം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജയദശമി ദിനത്തോടനുബന്ധിച്ച വലിയ രീതിയിലുള്ളൊരു തിരക്കാണ് ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ഗതാഗത നിയന്ത്രണവും സുരക്ഷാ ക്രമീകരണങ്ങളും ഈ തിരക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ പാർക്ക് ചെയ്യുന്നതിനും മറ്റുമുള്ള നിയന്ത്രണങ്ങളൊക്കെ തന്നെ നാളെ ഏർപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നിലവിലെ വിദ്യാരംഭം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ വിജയദശമി ദിനത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഇനി നാളെ ഈ കുരുന്നുകൾ വിദ്യാരംഭം കുറിക്കുന്നതിന് എത്തുന്നതിനുള്ള കാത്തിരിപ്പിലാണ് മായ. ശരി, ആതിരയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് പൂജപ്പുര സരസ്വതി മഹാദേവി ക്ഷേത്രത്തിൽ നിന്ന്. മറ്റു വാർത്തകൾ നോക്കാം. അമേരിക്കയിൽ സർക്കാർ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. സർക്കാർ ചെലവിനുള്ള ധനകാര്യ ബിൽ ഇതുവരെ പാസാക്കിയില്ല. സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ടി വരും. അവശ്യ സർവീസുകൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. 5 ലക്ഷത്തോളം പേരെ പ്രതിസന്ധി ബാധിക്കുമെന്ന് കേൾക്കുന്നു. അതേസമയം ഇവരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ഗവൺമെന്റിന്റെ പ്രവർത്തന ചെലവിന് ഫണ്ട് ഉറപ്പാക്കാനുള്ള താൽക്കാലിക ഫണ്ടിംഗ് ബിൽ സംബന്ധിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലെ ഭിന്നത രൂക്ഷമായതാണ് പ്രതിസന്ധിക്ക് കാരണം. ബില്ലിൽ ആരോഗ്യ സേവന മേഖലയ്ക്ക് കൂടിയുള്ള ഫണ്ടിംഗ് ഉറപ്പാക്കണമെന്ന് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ബില്ലിൽ ഇനി കൂട്ടിച്ചേർക്കലുകൾ സാധിക്കില്ല എന്നാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാട്. ട്രംപിന്റെ കടുംപിടുത്തം രാജ്യത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും 5 ലക്ഷത്തോളം ജീവനക്കാർ ശമ്പളമില്ലാതെ അവധിയിൽ പ്രവേശിക്കേണ്ടിയും വന്നു. സമ്മർദ്ദ തന്ത്രത്തിന്റെ ഫലമായി താൽക്കാലിക അവധിയിൽ പോകുന്നവരെ പിരിച്ചുവിടുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ആശുപത്രി സേവനങ്ങൾ, അതിർത്തി പെട്രോളിംഗ്, എയർ ട്രാഫിക് കൺട്രോൾ എന്നിങ്ങനെ അത്യാവശ്യ സേവന മേഖലകൾ ഒഴികെയുള്ള സർക്കാർ ഓഫീസുകളെല്ലാം പ്രതിസന്ധിയുടെ ഭാഗമായി അടച്ചുപൂട്ടി. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അതിർത്തിയിൽ മതിൽ നിർമ്മിക്കുന്നതിന് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പിടിവാശി കാരണം 35 ദിവസം നീണ്ടുനിന്ന അടച്ചുപൂട്ടലാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയത്. ഈ ചരിത്രം വ്യക്തമാക്കുന്നത് അടച്ചുപൂട്ടലുകൾ മിക്കപ്പോഴും ആരോഗ്യം, അതിർത്തി സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ തങ്ങളുടെ നിലപാട് അംഗീകരിപ്പിക്കാൻ ഒരു പാർട്ടി നടത്തുന്ന തന്ത്രമാണെന്നാണ്. എന്നാൽ ഇത്തരം നീക്കങ്ങൾ രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ദോഷകരമാണ്. അമേരിക്കൻ സർക്കാർ അടച്ചുപൂട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയിലെ അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയും അമേരിക്കയ്ക്ക് പുറത്തുള്ള പൗരന്മാരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുകയും ചെയ്യും. ആരോഗ്യ പരിരക്ഷാ വിഷയത്തിലെ ഈ പോരാട്ടം 2026 ഇടക്കാല തെരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തുന്ന കാട്ടുപന്നികളെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശത്തോടെ വെടിവെച്ചു കൊന്നത് 5000-ലധികം എണ്ണത്തിന് എന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. പാലക്കാട് ജില്ലയിൽ മാത്രം 1500 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിട്ടുണ്ട്. 3 വർഷത്തിനിടെയുള്ള കണക്കാണ് ഇത്.
തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ 871 ഷൂട്ടർമാരുണ്ട്. ഇതിൽ 116 പേർ ഷാർപ്പ് ഷൂട്ടർമാരാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവുണ്ടായാൽ രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഷൂട്ടർമാരിറങ്ങും. അക്രമകാരികളായ പന്നികളെ വെടിവെച്ചു കൊല്ലാൻ 2022 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി ലഭിച്ചത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ 5102 കാട്ടുപന്നികളെ ഇപ്രകാരം വെടിവെച്ചു കൊന്നു. ഏറ്റവും കൂടുതൽ പന്നികളെ കൊന്നത് പാലക്കാട് ജില്ലയിലാണ്, 1502 എണ്ണത്തിന്. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിലാണ്, ഒരെണ്ണത്തിന് മാത്രം. മലപ്പുറം 988, തിരുവനന്തപുരം 854, കണ്ണൂർ 723, കോഴിക്കോട് 472, പത്തനംതിട്ട 159, തൃശൂർ 130, കൊല്ലം 120, കാസർഗോഡ് 25, വയനാട് 24, എറണാകുളം 6, കോട്ടയം 3 എന്നിങ്ങനെയാണ് കാട്ടുപന്നികളെ ഇതുവരെ വെടിവെച്ചു വന്ന കണക്ക്. 652 പഞ്ചായത്തുകളിലാണ് കാട്ടുപന്നി ശല്യമുള്ളത്. ഇതിൽ 297 ഇടങ്ങളിൽ രൂക്ഷമാണെന്ന് കണക്കുകൾ പറയുന്നു. കാട്ടുപന്നി ശല്യം അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊച്ചി ഹാർബറിൽ മത്സ്യം വിൽക്കാൻ വെള്ളം കോരി തൊഴിലാളികൾ അനുവദിക്കില്ലെന്ന് ആരോപണവുമായി പേഴ്സിൻ ബോട്ട് തൊഴിലാളികളും ബോട്ടുടമകളും. ഹാർബറിലെ വെള്ളം കോരി വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾ നോക്കുകൂലി ആവശ്യപ്പെടുന്നു എന്നാണ് പരാതി. കഴിഞ്ഞ മാസം ബോട്ട് തൊഴിലാളികൾ നടത്തിയ മധ്യസ്ഥ ചർച്ചയിലെ വ്യവസ്ഥകൾ പാലിക്കാൻ വെള്ളം കോരി തൊഴിലാളികൾ തയ്യാറാവുന്നില്ലെന്നും ആരോപണമുണ്ട്. വെള്ളം കോരി വിഭാഗത്തിനുള്ള കൂലി വ്യവസ്ഥയ്ക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് പേഴ്സിൻ ബോട്ട് തൊഴിലാളികൾ. കൊച്ചി ഹാർബറിലെ വെള്ളം കോരി തൊഴിലാളികൾക്ക് ബോട്ട് തൊഴിലാളികൾ 2% വിഹിതം നൽകണമെന്ന ആവശ്യത്തിനെതിരെയാണ് ബോട്ട് തൊഴിലാളികൾ രംഗത്തെത്തിയത്. ബോട്ടുകൾ മത്സ്യബന്ധനത്തിനുള്ള ചിലവ് പോലും മാറ്റാതെയാണ് ഈ 2% നൽകേണ്ടത്. ഇത് വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാക്കുന്നതെന്ന് ബോട്ട് തൊഴിലാളികൾ പറയുന്നു. കേരളത്തിൽ ഒരു ഹാർബറിലും ഇല്ല. ഇവിടെ തന്നെ 10-13 സെക്ഷൻ CIT തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവരെല്ലാവരും കൂലി വ്യവസ്ഥയിലാണ് പണിയെടുക്കുന്നത്. അവർക്കെല്ലാം കൂലി കൊടുക്കുന്നുണ്ട്. കൂടാതെ ഞങ്ങൾ മത്സ്യം കൊടുക്കുന്നുണ്ട് ഞങ്ങളോടൊപ്പം കഷ്ടപ്പെടുന്ന തൊഴിലാളി വിഭാഗത്തിന്. പക്ഷേ ഇതൊരു ജോലിയില്ല അവർക്ക്. അവർ വരുന്ന 2 പേര് ഒരു ബോട്ടിൽ വരും. 2 പേര് ബോട്ടിൽ വന്നിട്ട് ഒരു ബോട്ട് ഫ്ലാറ്റിലേക്ക് അടുക്കുമ്പോൾ ഒരു കയറിട്ട് കെട്ടും, അട്ട് മാറി നിൽക്കുക. അവർക്കാണ് പിടിച്ചണ്ട് വരുന്ന മീനിൻ്റെ ചിലവ്, ഓപ്പറേഷൻ കോസ്റ്റ് പോലും കുറയ്ക്കാതെ 2% കൊടുക്കണമെന്ന് പറയുന്നത്. വെള്ളം കോരി വിഭാഗത്തിന് കൂലി നൽകുന്നതിനെതിരെ നേരത്തെ ബോട്ട് തൊഴിലാളികൾ സമരം നടത്തിയിരുന്നു. അന്ന് മധ്യസ്ഥ ചർച്ചയിലൂടെയാണ് സമരം പിൻവലിച്ചത്. ചർച്ചയിലെ വ്യവസ്ഥകൾ പാലിക്കാൻ വെള്ളം കോരി വിഭാഗം തയ്യാറാവുന്നില്ലെന്നും ബോട്ടുടമകൾ പറഞ്ഞു. കൊച്ചി ഹാർബറിൽ അടുക്കുന്ന ബോട്ടുകളിലേക്ക് വെള്ളം എത്തിച്ചു നൽകുന്ന തൊഴിലാളികളാണ് വെള്ളം കോരി വിഭാഗത്തിലുള്ളത്. ബോട്ടുകളിലേക്ക് വെള്ളം നൽകാൻ പൈപ്പ് കണക്ഷൻ വരുന്നതിന് മുൻപാണ് ഈ വിഭാഗത്തിൽ തൊഴിലാളികളെ നിയമിച്ചത്. എന്നാൽ പൈപ്പ് കണക്ഷൻ വന്നിട്ടും ഇവർ തുടരുന്നത് നോക്കുകൂലി ആവശ്യപ്പെടുന്നതിന് തുല്യമാണെന്ന് ബോട്ടു തൊഴിലാളികൾ ആരോപിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം വൈകിയാൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് കൊച്ചി ചെല്ലാനത്തെ ജനങ്ങൾ. നിർമ്മാണ പ്രവൃത്തികൾക്കായുള്ള പ്രാരംഭ നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല. സർക്കാർ വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. 2168 ദിവസം പിന്നിടുന്നു ചെല്ലാനത്തെ തീരദേശവാസികളായ ജനങ്ങളുടെ ഈ സമരത്തിന്. തീരത്തെ വിഴുങ്ങുന്ന തിരമാലകളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ടാണ് സമരം. കടൽക്ഷോഭം രൂക്ഷമായ ചെല്ലാനത്ത് ടെട്രാപോഡ് ഉപയോഗിച്ച് പകുതി സ്ഥലങ്ങളിൽ കടൽഭിത്തി നിർമ്മിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള പ്രദേശങ്ങളിൽ കൂടി കടൽഭിത്തി നിർമ്മിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. 2ാം ഘട്ട കടൽഭിത്തി നിർമ്മാണം നവംബർ 1 മുതൽ ആരംഭിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. 2023 ജൂൺ 9 മന്ത്രി റോഷി അഗസ്റ്റിൻ പുത്തൻതോട്ടിങ്കെ വന്ന് പ്രഖ്യാപിച്ചു. ഒരു 320 കോടി രൂപയുടെ പണി ഉടൻ ആരംഭിക്കുകയാണ്. നവംബർ 1 ആരംഭിക്കും, എല്ലാം പണി റെഡിയായിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ 2023 ഒക്ടോബർ 3 എറണാകുളം ജില്ലയുടെ ചാർജുള്ള മന്ത്രി ശ്രീ രാജീവ് ചെല്ലാനത്ത് വന്ന് പറഞ്ഞ് 247 കോടി രൂപ പാസ്സായി നവംബർ 1 പണി തുടങ്ങിയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ജൂലൈ 2 ഒരു പ്രഖ്യാപനം 3 ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ചെല്ലാനത്തേക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഒരു 4.5 കിലോമീറ്റർ സ്ഥലത്തേക്ക് വേണ്ടി 306 കോടി രൂപ പാസ്സാക്കിയെന്ന്. ശരിക്കും ഞങ്ങൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണ്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രഖ്യാപനങ്ങളല്ല, പണിയാണ് വേണ്ടത്. ഇനി 1 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോർപ്പറേഷൻ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങളുടെ തിരക്കിലും. കടൽഭിത്തി നിർമ്മാണം ഇനിയും വൈകിയാൽ വരുന്ന വർഷകാലത്തും ചെല്ലാനത്തെ ജനങ്ങൾ കടൽക്ഷോഭത്തിൽ വലയേണ്ടി വരും. നവംബർ 1 കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ
പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ഈ ഒന്നെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും വരെ, അതല്ലെങ്കിൽ ഞങ്ങളുടെ 6 വർഷം പൂർത്തിയാകുന്ന ഒക്ടോബർ 28 വരെ. അതിനുള്ളിൽ പണി ആരംഭിച്ചില്ല എങ്കിൽ ഞങ്ങൾ സമരം ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണത്തോടൊപ്പം കൊച്ചി പോർട്ട് ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ തീരത്ത് നിക്ഷേപിക്കണമെന്ന ആവശ്യവും സമരസമിതി മുന്നോട്ട് വെക്കുന്നുണ്ട്. തീരത്തെ മണലൊലിപ്പ് തടയാനാണ് ഈ ആവശ്യം. നേരത്തെ മാനാശ്ശേരി, സൗദി ഭാഗങ്ങളിൽ ഇങ്ങനെ മണൽ നിക്ഷേപിച്ചതിനാൽ കടൽക്ഷോഭത്തിന് കുറവുണ്ടായിട്ടുണ്ടെന്നും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇനി ചെല്ലാനത്തെ ജനങ്ങളുടെ പ്രതികരണം നോക്കാം. ഒക്ടോബർ വരുമ്പോൾ 6 കൊല്ലമാവും ഞങ്ങൾ ഈ സമരം തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പുലിമുട്ടും ഇതെല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോലും മന്ത്രി രാജീവ് പറഞ്ഞ് ഇവർ പോയി 3 പേര് പോയി കണ്ട് ഇത്രയും വേഗം ചെയ്തു തരാമെന്ന് പറഞ്ഞ്, പിന്നെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ചെയ്തു തരുമെന്ന്. ഇത്ര ദിവസം വരെ ആയിട്ട് ഈ പണി പൂർത്തീകരിക്കാനോ തുടങ്ങാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കടലൊക്കെ ശാന്തമായിട്ട് കിടക്കണേ. ഇപ്പോൾ കൊണ്ടുവന്ന് ഇടുന്ന കല്ലൊക്കെ കിടക്കും. കടൽ കൂടുമ്പോൾ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല ഇവർ. അതുപോലെ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. ഞങ്ങൾ വോട്ട് അവർക്ക് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ചെയ്തു തന്നാലേ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിന് ഞങ്ങൾ പ്രതികരിക്കും. വർഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ പല മന്ത്രിമാരും പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം ചെയ്തിട്ട് അവരങ്ങോട്ട് പോയി. അതല്ല, നമുക്ക് ഇവിടെ ജനങ്ങൾ ഇപ്പോൾ ഒരേ ആ ടൈമാകുമ്പോൾ പിന്നെ അത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളേതായാലും ഇപ്പോൾ ഇത് ഒരവസാനം കാണാതെ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. പുത്തൻതോട് ചെയ്തിട്ടുണ്ട്, 2ാം ഘട്ടം ചെയ്യാമെന്ന് പറഞ്ഞും കണ്ട ഇന്ന് വരയ്ക്കും ചെയ്തില്ല. ഞങ്ങൾ ഒരു 6 വർഷമായിട്ട് ഇവിടെ സമരം ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ നമ്മളെ നേരെ ഒരു മന്ത്രിമാരെ, ഒരു MLA ആരും വന്ന് കാണുന്നില്ല. ഇത്ര കോടതി രൂപ പാസ്സാക്കിയെന്ന് പറയാതെ അല്ല, കോടതി വരെ വിധി വന്ന് 2 മാസത്തിനുള്ളിൽ ഇവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു കൊടുക്കണമെന്നുള്ളത് ഇന്ന് വരക്കും ഈ സർക്കാരൊന്നും തീരുമാനിച്ചില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ പുലിമുട്ടും ഈ മെട്രോപ്പൊടി ഇല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. കടൽ കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ വാഗ്ദാനം ചെയ്ത് തന്നെയൊന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കെല്ലാം മത്സ്യത്തൊഴിലാണ് ഈ കടൽ തീരത്ത് അങ്ങ് താമസിക്കുന്നത്. ലഡാക്കിലെ സമാധാന പാതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്ന് കേന്ദ്ര സർക്കാർ. ചർച്ചകളിൽ സംഘടനകളെ പങ്കെടുപ്പിക്കാനുള്ള നീക്കം സർക്കാർ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് എന്ന് വ്യക്തമാക്കി ലഡാക്ക് ഭരണകൂടം രംഗത്തെത്തി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KK പ്രശാന്ത് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. പ്രശാന്ത്, സമാധാന ശ്രമങ്ങൾ നടന്നുവരുന്നു, ഇളവുകൾ നൽകി തുടങ്ങി, അതോടുകൂടി ജനജീവിതമൊക്കെ സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങിയോ ലഡാക്കിൽ? മായ, ഇന്നു മുതലാണ് ലഡാക്കിൽ ഇളവുകൾ നടപ്പിലാക്കി തുടങ്ങുന്നത്. സാധാരണ നിലയിലേക്ക് വരുന്ന മണിക്കൂറുകളിലേക്ക് ലഡാക്കിലെ ജീവിതം എത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ, സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ലഡാക്ക് ഭരണകൂടം ഉറപ്പാക്കിയിട്ടുണ്ട്. കേന്ദ്ര നിരീക്ഷകർ നേരത്തെ സ്ഥലത്തെത്തി കാര്യങ്ങൾ സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് എത്തിയത്. കൂടുതൽ ദിവസങ്ങൾ നിയന്ത്രണം തുടരുന്നത് സമാധാനത്തിലേക്ക് എത്താൻ സമയമെടുക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതുകൊണ്ട് തന്നെയാണ് നിയന്ത്രണങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള നീക്കങ്ങളിലേക്ക് എത്തിയത്. അതേസമയം തന്നെ എന്തിന്റെ പേരിലായാലും ജനജീവിതം സ്തംഭിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് എത്തിച്ചുകൊണ്ടോ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അടക്കം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കേന്ദ്ര സർക്കാരും സ്ഥിതിഗതികൾ വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അടുത്ത ദിവസം 7-ാം തീയതിയാണ് ലഡാക്കിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച കേന്ദ്ര സർക്കാർ വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടേക്ക് എത്തരത്തിൽ ഈ സംഘടനകൾ, പ്രത്യേകിച്ച് ലേ അപ്പെക്സ് ബോഡിയും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് അലയൻസും ലഡാക്ക് ഡെമോക്രാറ്റിക് അലയൻസും എത്തുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലേ അപ്പെക്സ് ബോഡി ഏതായാലും ചർച്ച ബഹിഷ്കരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ലഡാക്ക് ഡെമോക്രാറ്റിക് അലയൻസ് അക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ 2 സംഘടനകളെയും പൂർണ്ണമായും പങ്കെടുപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് ഇതിനിടയിലാണ് സോനം വാങ്ചുക്കിനെ വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ബന്ധപ്പെട്ട ഭരണകൂടങ്ങളും വേട്ടയാടുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വിവിധയിടങ്ങളിൽ നിന്ന് ഉയരുകയും അത്തരത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു. അതിന് വിശദീകരണവുമായാണ് ലഡാക്ക് ഭരണകൂടം തന്നെ രംഗത്തെത്തിയത്. അത്തരമൊരു നീക്കമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, വിദേശ സംഭാവന ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. ആ നിയമം
നിയമവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ സോനം വാങ്ചുക്കിന്റെ സംഘടനയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ നേരത്തെ പറഞ്ഞതുമാണ്. അക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ അല്ലെങ്കിൽ നൽകാൻ സോനം വാങ്ചുക്ക് തയ്യാറായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളാണ് FCRA ചട്ടവുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള വേട്ടയാടലോ മാത്രമല്ല ഈ സംഘർഷം വ്യാപിപ്പിക്കുന്നതിന് സോനം വാങ്ചുക്കിന്റെ ഭാഗത്തുനിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെയും പ്രകോപനപരമായ ചില വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിലപാടുകൾ മുന്നോട്ട് വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിലുള്ള പ്രകോപനത്തിലേക്കും പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ പോയത്. 4 ജീവനുകളാണ് ലഡാക്കിൽ പൊലിഞ്ഞത്. ഇതിനൊക്കെ കാരണം ഇത്തരം ചില വാക്കുകളൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലും നേരത്തെ ഉണ്ടായ നിലപാടുകളുടെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റ് വ്യക്തിപരമായി ആക്രമിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടോ അല്ല നടപടി എന്നുള്ളതാണ് ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും വരുന്ന മണിക്കൂറുകളിൽ ഇത് ഏത് തരത്തിലാണ് ഇപ്പോൾ ഈ ഇളവുകൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഈ ഇളവുകൾ നൽകുമ്പോഴും സ്വാഭാവികമായും ഈ കനത്ത സുരക്ഷ തുടരുക തന്നെയാണ്. നിലവിൽ ഈ പ്രതിഷേധക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് സ്വയംഭരണ സംവിധാനം ഏർപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് നിലവിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ആണ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചർച്ചകൾ നടക്കേണ്ടത്. ആ ചർച്ചകളിൽ ഈ ഇപ്പോഴത്തെ നിലപാടുകൾ ഇവർ മാറ്റിയില്ലെങ്കിൽ ചർച്ചകൾ കൊണ്ട് കാര്യമായ പ്രയോജനങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതുമായ. പ്രശാന്ത്, ഈ സംഘടനകളെയൊക്കെ നേരത്തെയും ചർച്ചയ്ക്ക് വിളിച്ചതാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ആദ്യം നിയന്ത്രണങ്ങൾ പിൻവലിക്കൂ, ഇളവുകൾ നൽകൂ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ചർച്ചകളാവാമല്ലോ. പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അവർ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച ആവശ്യം മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവർ മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്വയംഭരണ സംവിധാനം ഉണ്ടാകണം, പ്രത്യേക നിയമ പരിരക്ഷ ഉറപ്പാക്കണം. അങ്ങനെ അതോടൊപ്പം തന്നെ ലഡാക്കിലെ നിയമനങ്ങളിൽ സർക്കാർ നിയമങ്ങളിലടക്കം ലഡാക്കിലെ ആളുകൾക്ക് സംവരണം ഏർപ്പെടുത്തണം. ഇങ്ങനെ നിരവധിയായ ആവശ്യങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാം ജമ്മു കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം ഉണ്ടായ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ലഡാക്കിന് മാത്രമായി ചില പ്രത്യേക പരിമിതികൾ അവകാശങ്ങൾ കൊടുക്കുന്നത് എത്രത്തിൽ പ്രായോഗികമാണ് എന്നുള്ളതാണ്. അതിന്റെ നിയമോശങ്ങളടക്കം കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് മാത്രമായി ചർച്ച നീട്ടുന്നതിനോട് കേന്ദ്ര സർക്കാരിന് ചില വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം നേരത്തെ മായ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഇളവുകൾ വരുത്തിയത് കൊണ്ട് തന്നെ നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് അംഗീകരിച്ചു. അതുകൊണ്ട് ചർച്ചയിലേക്ക് പങ്കെടുക്കണം, ബാക്കി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രധാന ചർച്ചയ്ക്ക് മുന്നോടിയായി തന്നെ ചില നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുകയും ഇത്തരം പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ചർച്ചയിൽ നിന്നാണ് ഇവരെല്ലാം തന്നെ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതും ലേ അപ്പക്സ് ബോഡി ഈ ചർച്ചയിൽ പങ്കെടുക്കില്ല എന്നാണ് ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനി മറ്റു തരത്തിൽ ഇപ്പോൾ ഇളവുകൾ പ്രഖ്യാപിച്ച തരത്തിൽ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ഏതായാലും അതീവ സുരക്ഷയിൽ തന്നെയാണ് താഴ്വരയുടെ പ്രദേശങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. ഈ സംഘടനകളുടെ നീക്കങ്ങൾ വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നതുമായ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മറ്റു വാർത്തകൾ നോക്കാം. കോഴിക്കോട് മുക്കം പെരുമ്പടപ്പിൽ കാറും ആംബുലൻസും കൂട്ടിയിടിച്ച് അപകടം. താമരശ്ശേരി അടിവാരത്ത് നിന്ന് രോഗിയുമായി മുക്കത്തെ ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസാണ് മുക്കം ഭാഗത്തു നിന്നും വന്ന സ്വിഫ്റ്റ് കാറുമായി കൂട്ടിയിടിച്ചത്. രോഗിയെ മറ്റൊരു ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപകടത്തിൽ പരിക്കുപറ്റിയവർ ചികിത്സയിലാണ്. ആംബുലൻസിന്റെ മുൻഭാഗവും കാറും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അപകടത്തിന്റെ CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വ്യത്യസ്തമായ ഒരു ലൈബ്രറി ഒരുക്കിയിരിക്കുകയാണ് പത്തനംതിട്ട പ്രമാടം പ്രഗതി ഇംഗ്ലീഷ് മീഡിയം LP സ്കൂൾ. സ്കൂളിലെ കേടായ പഴയ വാഹനത്തെയാണ് ലൈബ്രറിയാക്കി മാറ്റിയിരിക്കുന്നത്. എൻ്റെ കഥ മുറി എന്നു പേരിട്ട പുസ്തകവണ്ടി കുട്ടികളുടെയും ഇഷ്ട ഇടമാണ് ഇപ്പോൾ. തകരാറിലായ സ്കൂൾ ബസ് സ്കൂളിലെ സ്ഥലം അപഹരിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിരുന്നു. നന്നാക്കാൻ കഴിയില്ല. സ്കൂളിലെ ആദ്യകാല വാഹനമായതിനാൽ പൊളിക്കാനും തോന്നുന്നില്ല. ഇനി എന്തു ചെയ്യുമെന്ന ചിന്ത എത്തി നിന്നത് ലൈബ്രറി എന്ന ആശയത്തിലേക്ക്. എൻ്റെ കഥമുറി എന്ന പേരിൽ പത്തനംതിട്ട പ്രമാടം പ്രഗതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വ്യത്യസ്തമായൊരു ലൈബ്രറി ഉള്ളത്. മായാവിയും ലുട്ടാപ്പിയും ജെറിയും ടോമുമെല്ലാം ഈ കഥാമുറിയുടെ ചുവരുകളിലുണ്ട്. ഓരോ കുട്ടികളും പിറന്നാൾ ദിനത്തിൽ ഓരോ പുസ്തകം സമ്മാനിക്കും. ഇപ്പോൾ ഏകദേശം 500 മുകളിൽ പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകവണ്ടിയിൽ. അമർചിത്ര കഥകൾ മുതൽ ഇംഗ്ലീഷ് കവിതാ പുസ്തകങ്ങൾ വരെയുണ്ട്. ഓരോ ദിവസത്തെയും പത്രങ്ങളും. ആദ്യമൊരു കൗതുകമായിരുന്നെങ്കിൽ ഇവിടം ഇപ്പോൾ കുട്ടികളുടെ സ്ഥിരം ഇടമാണ്.
കുട്ടികൾ അവരുടെ ജന്മദിനത്തിൽ ബുക്സ് സ്കൂളിലേക്ക് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ആ ബുക്കുകളും നമ്മുടെ സ്കൂളിലെ ബുക്സിൻ്റെ കളക്ഷനുമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് ക്ലാസ് ലൈബ്രറികളുണ്ട്. നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യണമെന്നുണ്ട്. പുസ്തകവണ്ടിയിൽ ഇരുന്നുള്ള വായന കുട്ടികൾക്കും ഏറെ ഇഷ്ടമാണ്. സംഭവം കളറായതോടെ കഥമുറി വിപുലീകരിക്കാനാണ് സ്കൂൾ അധികൃതരുടെയും PTA-യുടെയും തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ജീവിത വിജയം കൈവരിക്കുന്നതിന് നല്ലൊരു വഴികാട്ടി വേണം. ആ ഒരു സുഹൃത്തിനെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? ഇതിലൂടെ ജീവിതത്തിൽ എങ്ങനെ പോസിറ്റിവിറ്റി കൊണ്ടുവരാം എന്ന് അറിയണ്ടേ? ആ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് അമൃത ന്യൂസിൻ്റെ ഗെയിം ചേഞ്ചർ എന്ന സെഗ്മെൻറ്റിലൂടെ പ്രശസ്ത ക്രിക്കറ്റ് കമാൻഡറും സ്പോർട്സ് ബ്രോഡ്കാസ്റ്ററും കോളമിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മൃദംഗ വിദ്വാനുമായ ശ്രീദത്ത് എസ് പിള്ള. നമ്മളിൽ ചിലരെങ്കിലും at the very core we feel we are unlovable, unwanted, and everybody that we're going to meet is going to reject us. നമ്മൾ സ്നേഹിക്കപ്പെടാൻ അർഹതയില്ലാത്തവരാണ്, അല്ലെങ്കിൽ നമ്മളെ ആർക്കും ആവശ്യമില്ല, നമ്മൾ കാണുന്നവരെല്ലാവരും നമ്മളെ റിജക്റ്റ് ചെയ്യും എന്നൊരു തോന്നലുള്ള ചില ആൾക്കാരെങ്കിലും നമ്മുടെ ഇടയിലുണ്ട്. ഞാനൊരു ചെറിയൊരു ഹൈപ്പോത്തറ്റിക്കൽ പേരാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നടന്നൊരു സംഭവമാണ്. മോഹൻ എന്നൊരാൾ, അദ്ദേഹം ഒരു പ്രണയത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രണയം അത് ഒരു വിവാഹത്തിൽ എത്തുന്നതിന് മുമ്പ് ആ ഒരു കോർട്ട്ഷിപ്പ് പീരീഡിൽ അവിടെ മോഹൻ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് മോഹൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ പെൺകുട്ടി മറ്റുള്ളവരുടെ മുമ്പിൽ മോഹനെ താഴ്ത്തി കെട്ടുന്നു, അല്ലെങ്കിൽ മോശമായി സംസാരിക്കുന്നു, കളിയാക്കുന്നു. ഇതൊരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ളൊരു സംഭവമായി. അപ്പോൾ അവസാനം രക്ഷയില്ലാതെ മോഹൻ ഒരു ഫ്രണ്ടിനോട് ഇത് പറഞ്ഞു. ആ ഫ്രണ്ട് ത്രൂ ഇവരൊരു തെറപ്പിസ്റ്റിനെ പോയി കാണുന്നു. അപ്പോൾ ആ ഒരു തെറപ്പിസ്റ്റാണ് പറയുന്നത് എന്താണ് മോഹൻ്റെ യഥാർത്ഥ പ്രോബ്ലം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആൻഡ് ഹി അഡ്വൈസസ് ഹിം ടു വാക്ക് ഔട്ട് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ്. എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി തികഞ്ഞു പോയാൽ അത് വീട്ടിൽ നിന്ന് തുടങ്ങിയതാണ്. മോഹൻ്റെ അമ്മ മോഹനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. കുട്ടിക്കാലം മുതൽ മോഹന് ഒന്നിനും കൊള്ളാത്തവൻ എന്നൊരു പേരിലാണ് ആ ഒരു രീതിയിലാണ് മോഹനെ കണ്ടിരുന്നത്. അതാണ് വളർത്തിക്കൊണ്ടുവന്നത്. ആ ഒരു ഡീപ്പ് ഇൻസൈഡ് അങ്ങനെയുള്ള സ്ത്രീകളോടാണ് മോഹൻ സാധാരണ ഒരു അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കംഫർട്ട് ലെവൽ തോന്നുന്നത്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ചൈൽഡ്ഹുഡ് സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പിന്നീട് എന്താകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചിന്താധാര, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് ഇതിനെ ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പോൾ ഈ രീതിയിലുള്ള കോംപ്ലക്സ് ഉള്ള ഒരുപാട് മനുഷ്യരുണ്ട് അല്ലേ? സ്നേഹിക്കപ്പെടാൻ അർഹതയില്ല, അല്ലെങ്കിൽ ആരും എൻ്റെ ഫ്രണ്ടാകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എല്ലാവരും എന്നെ വെറുക്കുന്നു, എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്നു, റിജക്റ്റ് ചെയ്യുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. എന്താണ് ഇതിനൊരു പോം വഴി? എനിക്കറിയാവുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരു 5-6 വർഷത്തോളം എൻ്റെ വർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, പക്ഷേ ഒരിക്കലും നേരിൽ മുന്നിൽ വന്നിട്ടില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഞാനത് മനസ്സിലാക്കിയത് ആ ആളുടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടാണ്. അതായത് മറ്റൊരാൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്നുള്ളൊരു കോംപ്ലക്സ് കൊണ്ടാണ്. ഇന്ന് എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം. അത് ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു പെർസ്പെക്റ്റീവ് എൻറ്റയർലി മാറി. ഇപ്പം ഞാൻ പറയുന്നത്, നമുക്ക് പലപ്പോഴും നമ്മൾ ചലഞ്ചസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാത്തതിൻ്റെ കാര്യം, അല്ലെങ്കിൽ ആൾക്കാരെ ഫേസ് ചെയ്യാത്തതിൻ്റെ കാര്യം നമ്മൾ തഴയപ്പെടുവോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അതിന് പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ വെൽക്കം ആണോ, ആ വി വെൽക്കം എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ്. എന്താണ് ഇതിനൊരു പോം വഴി? ഒരു കാര്യം നമുക്ക് ചെയ്തു നോക്കാം. അതായത് ഇപ്പോൾ എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, എൻ്റെ ബെസ്റ്റി സുമതി എന്ന് പറയുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വി അക്സെപ്റ്റ് ഈച്ച് അതർ ദ വേ വി ആർ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ നോക്കാറില്ല. എൻ്റെ സ്ട്രെങ്ത് എന്താണെന്നും വീക്ക്നെസ് എന്താണെന്നും എനിക്കും ആ ആൾക്കും അറിയാം. അതുപോലെ തന്നെ നേരെ തിരിച്ചും നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഇടപെടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇടപെടുക എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പേസിലോ നമുക്ക് എല്ലാ രീതിയിലുള്ള ആൾക്കാരുമായിട്ട് ഇടപെടേണ്ടി വരും. പക്ഷേ നമ്മളുടെ ഒരു ഇന്നർ ഒരു സർക്കിൾ ഉണ്ടല്ലോ, ആ സർക്കിളിലേക്ക് നമ്മൾ അലൗ ചെയ്യുന്നു എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചെറിയൊരു എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു 3 പേരുടെ പേര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ 3 പേര്, അല്ലെങ്കിൽ ഒരാളായിക്കോട്ടെ, ഇയാളുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ബന്ധത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ബന്ധം ഏറ്റവും സ്ട്രോങ് ആക്കാനുള്ള റീസൺസ് എന്താണ്?
പലപ്പോഴും അതിൻ്റെ റീസൺസ് നിങ്ങളുടെ കംഫർട്ട് ലെവലായിരിക്കും, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയായിരിക്കും. അങ്ങനെയുള്ളവരെ മാത്രം നമ്മൾ ആ ഒരു ഇന്നർ സർക്കിളിലേക്ക് ക്ഷണിച്ചാൽ മതി. ഇന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ആരൊക്കെയാണ് നിങ്ങളുടെ ആ സർക്കിളിൽ നിൽക്കാൻ അർഹതയില്ലാത്തവർ, ആരൊക്കെയാണ് നിങ്ങളെ ആ ഒരു ഇൻഫീരിയറായിട്ട് ഫീൽ ചെയ്യാൻ കാരണമാകുന്ന ആൾക്കാർ, അവരെ ദയവ് ചെയ്ത് ഒരു ആംസ് ഡിസ്റ്റൻസിൽ നിർത്തുക. യു ഹാവ് ടു ഡു ദിസ് സോ ദാറ്റ് യു ക്യാൻ പ്രോഗ്രസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ദിലീപ്, പോയ വാരം വിപണി അതൊന്ന് വിലയിരുത്താമോ? ഇന്ന് നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിപണിയിൽ തുടരുന്ന വിൽപ്പന സമ്മർദ്ദം ഇന്നലെ 8ാമത്തെ ദിവസം വീണ്ടും നേരിയ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. തുടക്കം നേട്ടത്തിലായിരുന്നെങ്കിൽ കൂടിയും രണ്ടാം പകുതിയിൽ ഉണ്ടായിട്ടുള്ള വിൽപ്പനയാണ് ഇന്നലെ നഷ്ടത്തിലേക്ക് എത്തിച്ചത്. IT മേഖലയിൽ ഒരു നിക്ഷേപ താല്പര്യം കണ്ടിരുന്നെങ്കിലും ആ ഒരു മേഖലയിലും വിൽപ്പന സമ്മർദ്ദം ഉണ്ടാവുകയും പ്രധാന ഓഹരികളിൽ നഷ്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യവും ഉണ്ടായി. വരും ദിവസങ്ങളിലും വിപണിയിൽ നേരിയ തോതിലെങ്കിലും വിൽപ്പന തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിപണിയുടെ ഓരോ ഉയർച്ചയിലും വിൽപ്പന എന്നുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ വിപണിയിൽ നടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മുന്നേറ്റത്തിലും വിൽപ്പന തുടരാനുള്ള സാധ്യതയുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി വിപണിയിൽ വിൽപ്പന തുടരുക തന്നെയാണ്. വിപണിയിലെ ഓരോ കയറ്റങ്ങളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിൽപ്പനയുടെ ഒരു സാഹചര്യമായി കാണുകയും ആ ഒരു സാധ്യതയായി കാണുകയും വിൽപ്പന തുടരുകയും ചെയ്യുകയാണ്. അതാണ് വിപണിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വിപണിയിലെ ഇനിയുള്ള ഒരു താഴ്ച അല്ലെങ്കിൽ ഇനിയുള്ള ഒരു തിരുത്തൽ നിക്ഷേപ സാധ്യത തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപം ക്രമീകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിട്ട് വിപണിയിലെ ഇനിയുള്ള തിരുത്തലുകൾ നിക്ഷേപ അവസരം തന്നെയായിരിക്കും. സാങ്കേതികമായി 24,800 എന്നുള്ള നിലവാരമായിരിക്കും ഇനി നിഫ്റ്റിക്ക് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരം ഭേദിച്ച് വ്യാപാരം തുടരുകയും 25,000 മറികടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തുടർച്ചയായി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. മറിച്ചാണെങ്കിൽ നേരിയ തോതിലെങ്കിലും വിൽപ്പന സമ്മർദ്ദം തുടരുന്ന ഒരു രീതിയിലായിരിക്കും വിപണിയിൽ വ്യാപാരം തുടരുക. എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. വേൾഡ് ഫുഡ് ഇന്ത്യ 2025 ശ്രദ്ധാകേന്ദ്രമായി കോഴിക്കോട് ആസ്ഥാനമായ കോഴിക്കോടൻസ് അഗ്രോ ഫുഡ്സ് ആൻഡ് എക്സ്പോർട്സിൻ്റെ സ്റ്റാൾ ലൈവായി ബനാന ചിപ്സ് തയ്യാറാക്കി സന്ദർശകർക്ക് സൗജന്യമായി രുചിക്കാനുള്ള പ്രത്യേക സൗകര്യം സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നു. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, അറേബ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി ഉപഭോക്താക്കൾ സ്റ്റാൾ സന്ദർശിച്ചു. ചേമ്പ് ചിപ്സ്, ബനാന ചിപ്സ്, ജാക്ക് ഫ്രൂട്ട്, കപ്പ, തേങ്ങ, ചേമ്പ് എന്നിവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സന്ദർശകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപ വാഗ്ദാനങ്ങളോടെയാണ് വേൾഡ് ഫുഡ് ഇന്ത്യ 2025 ന്യൂഡൽഹിയിൽ സമാപിച്ചത്. ഭക്ഷ്യസംസ്കരണ വ്യവസായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പ്രദർശനം ഭക്ഷ്യമേഖലയിൽ സുസ്ഥിര വളർച്ച, നവീകരണം, ആഗോള സഹകരണം എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഒരു പ്രധാന വേദിയായി. മഴക്കാലത്ത് ഇല്ലിക്കൽ കല്ല് കാണാൻ ഒരു പ്രത്യേക ചേലാണ്. ഇല്ലിക്കൽ കല്ലിലേക്കുള്ള മഴയാത്ര പോലും ആരുടെയും മനസ്സ് നിറയ്ക്കും. ഇടവിട്ടുള്ള മഴയെ തുടർന്ന് കോടമഞ്ഞിൽ മൂടിയ ഇല്ലിക്കൽ കല്ല് കാണാൻ ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലിക്കൽ കല്ലിലേക്കുള്ള മഴയാത്ര എങ്ങനെയുണ്ടാവുമെന്ന് ഒന്ന് നോക്കാം. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായ ഇല്ലിക്കൽ കല്ലും അവിടേക്കുള്ള യാത്രയും സഞ്ചാരികൾക്ക് എന്നും ഹരം പകരുന്നതാണ്. സീസണിനനുസരിച്ച് കാഴ്ചകളും മാറും. ഒരുപക്ഷെ ഇല്ലിക്കൽ കല്ല് യാത്ര ഏറ്റവും ആസ്വാദികരമാവുക മഴക്കാലത്താവും. എങ്ങും പച്ചപ്പും മലനിരകൾക്കിടയിൽ കോടമഞ്ഞും എല്ലാം ചേർന്ന അവാച്യമായ ഒരു അനുഭൂതിയാണ് സമ്മാനിക്കുക. മഴയാത്ര നടത്തി ഇല്ലിക്കൽ കല്ല് കാണാൻ എത്തുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. പക്ഷെ ഒന്നുണ്ട്, മഴ സമയത്തെത്തിയാൽ ചിലപ്പോൾ ഇല്ലിക്കനെ നന്നായി കാണാൻ സാധിക്കണമെന്നില്ല. കോടമഞ്ഞിൽ മറഞ്ഞിരിക്കുന്ന ഇല്ലിക്കൽ കല്ല് ചിലപ്പോൾ ഒരു നിമിഷാർദ്ധത്തേക്ക് കോടമഞ്ഞിൽ നിന്നും പുറത്തു വരികയും വീണ്ടും മറയുകയും ചെയ്യും. ഏറെ നേരം കാത്തുനിന്നിട്ടും മഞ്ഞുമാറി ഇല്ലിക്കൽ കല്ല് കാണാൻ സാധിക്കാതെ മടങ്ങുന്നവരും നിരവധിയാണ്. ഞങ്ങൾ വൈപ്പിനി വന്നാണ്. ഞങ്ങൾ ഈ ഒരു മഴ സീസണിൽ ഇല്ലിക്കൽ കല്ല് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ലിക്കൽ കല്ല് ആക്ച്വലി കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ കോട ഈ ഒരു ഇത് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു.
ഇനിയിപ്പോൾ മഴ മാറിയിട്ട് ഒന്നുകൂടി എൻജോയ് ചെയ്യണം. 3 ലെവലിൽ നിന്നോ മേലുകാവിൽ നിന്നോ കയറി വരണം ഇല്ലിക്കൽ കല്ലിൻ്റെ മുൻവശത്തെത്താൻ. അതേസമയം തലനാട് നിന്നും ഇല്ലിക്കൽ കല്ലിൻ്റെ പിന്നിലെത്തുന്ന വഴിയിലെ കാഴ്ചകളും അതിമനോഹരമാണ്. ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു ഇടം തന്നെയാണ് ഇല്ലിക്കൽ കല്ല്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, അതിശക്തമായ മഴയുള്ളപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്ര വളരെ അപകട സാധ്യതയുള്ളതാണ്. ഇത്തരം സമയങ്ങളിൽ ഇവിടേക്ക് സന്ദർശകർക്ക് പ്രവേശനാനുമതിയും ഉണ്ടായിരിക്കില്ല. അമൃത ന്യൂസ്, കോട്ടയം. നാടിന് കാവൽ നിൽക്കുന്ന പോലീസുകാർക്ക് സംരക്ഷണം നൽകുന്ന ഒരാളുണ്ട് ഇടുക്കി കമ്പമേട് പോലീസ് സ്റ്റേഷനിൽ. ബ്രൂണോ എന്ന നായയാണ് പോലീസുകാരുടെയും പോലീസ് സ്റ്റേഷന്റെയും കാവൽക്കാരി. 3 വർഷം മുമ്പ് ഇവിടെ എത്തിയ നായയെ പോലീസ് ഉദ്യോഗസ്ഥർ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചപ്പോൾ അവൾ സ്വയം ഏറ്റെടുത്തതാണ് ഈ സംരക്ഷണ ചുമതല. ബ്രൂണോയുടെ അനുസരണയും ശാന്തമായ സ്വഭാവവും കണ്ടാൽ ഇവൾക്കും പോലീസിന്റെ പരിശീലനം ലഭിച്ചിട്ടുണ്ടോ എന്ന് നമുക്കും തോന്നിപ്പോകും. എല്ലാ ഉദ്യോഗസ്ഥരോടും അടുത്തിടപഴകും. പുതിയതായി എത്തുന്ന ഉദ്യോഗസ്ഥരോട് പോലും ബ്രൂണോയുടെ പെരുമാറ്റം മുൻപരിചയമുള്ളതുപോലെ തന്നെ. ആരും പഠിപ്പിച്ചതല്ലെങ്കിലും ഇവൾക്ക് ചിട്ടവട്ടങ്ങളെല്ലാം കൃത്യമായി അറിയാം. സ്റ്റേഷന്റെ തിണ്ണയിൽ കിടക്കും, പക്ഷേ അകത്തേക്ക് കയറില്ല. ആര് വന്നാലും കുരയ്ക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്യില്ല. പക്ഷേ പുറത്തുനിന്നുള്ള ആരെങ്കിലും സ്റ്റേഷനിലെത്തി ബഹളം വെച്ചാൽ ഇവൾ ഇടപെടും. 3 വർഷം മുമ്പാണ് ബ്രൂണോ കമ്പംമെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അന്നു മുതൽ ഇവിടുത്തെ കാവൽക്കാരിയായി മാറി. ഏതാനും നാളുകൾക്ക് മുമ്പ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റിരുന്നു. എന്നാൽ വിദഗ്ധ ചികിത്സ ലഭിച്ചതോടെ ബ്രൂണോ സജീവമായി. ആ നായ ഇവിടെ ഏകദേശം ഒരു 3 കൊല്ലത്തോളമായിട്ട് ഈ സ്റ്റേഷനിൽ തന്നെ ജീവിക്കുന്നൊരു നായയാണ്. അതിന് നമ്മൾ ബ്രൂണോ എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. അത് വേറെ മറ്റൊരു ഉപദ്രവകാരിയൊന്നുമല്ല. നമ്മുടെ സ്റ്റേഷനകത്ത് കയറുമൊന്നുമില്ല, ആ പരാതി കിടക്കുകയുള്ളൂ. ഇവിടെ സ്ത്രീകളെല്ലാം രാത്രി നൈറ്റിൽ നിൽക്കുന്ന സമയങ്ങളെല്ലാം അവർക്കെല്ലാം ഒരു കരുതലായിട്ട് നിൽക്കുന്ന ഒരു നായ കൂടിയാണത്. സ്റ്റേഷനിൽ മാത്രമല്ല, സമീപത്തുള്ള ചെക്ക് പോസ്റ്റിലും ഇവൾ ഇടയ്ക്ക് ഡ്യൂട്ടിക്കെത്തും. പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടവളാണ് ബ്രൂണോ. അമൃത ന്യൂസ്, ഇടുക്കി. വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്ക് വിജയത്തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ശ്രീലങ്കയെ 59 റൺസിന് തോൽപ്പിച്ചു. മഴ കാരണം 47 ഓവറായി കുറച്ച മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 8 വിക്കറ്റിന് 269 റൺസ് എടുത്തപ്പോൾ ലങ്ക 45.4 ഓവറിൽ 211 റൺസിന് പുറത്തായി. ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം ലങ്കയുടെ വിജയലക്ഷ്യം 47 ഓവറിൽ 271 റൺസാക്കിയിരുന്നു. ഇന്ത്യയ്ക്കായി ദീപ്തി 10 ഓവറിൽ 54 റൺസ് വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തി. സ്നേഹ് റാണയും ശ്രീചരണയും 2 വിക്കറ്റ് വീതമെടുത്തു. ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് ദീപ്തി ശർമ്മ, അമൻജോത് കൗർ, ഹർലീൻ ഡിയോൾ എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഒരു ഘട്ടത്തിൽ ബാറ്റിംഗ് തകർച്ച മുന്നിൽ കണ്ട ഇന്ത്യയെ കരകയറ്റിയത് 7ാം വിക്കറ്റിൽ ഒന്നിച്ച ദീപ്തി ശർമ്മ, അമൻജോത് കൗർ സഖ്യമായിരുന്നു. ഗുഡ് മോർണിംഗ് കേരളം സമാപിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ.